Mr. Faisal P. Syed, International Business Coach, Academic Dean of the B School International. നമസ്കാരം, ഗുഡ് ഈവനിങ്, അസ്സാം വലൈക്കും. ഞാൻ ബേസിക്കലി ഒരു എഞ്ചിനീയർ അല്ല, ഞാനൊരു മാനേജ്മെന്റ് ഗ്രാജുവേറ്റ് ആണ്. എനിക്ക് പറയാനുള്ള എൻ്റെ കുറച്ച് റിഫ്ലക്ഷൻസ് ആണ് നിങ്ങളുടെ ഈ സെക്ടറിനെ, നിങ്ങളുടെ ഈ എഞ്ചിനീയറിംഗ് സൈഡിനെ ഞാൻ കുറെ നോക്കിക്കാണുന്ന കാര്യങ്ങളുണ്ട്. ഒന്നാമത് നമ്മൾ ഇന്ത്യയിൽ താമസിക്കുമ്പോൾ എനിക്ക് തോന്നിയിടത്തോളം ആർസിയുടെ ഹെഡാണ് പറഞ്ഞത് ഡ്രെയിനേജ് ആണ് വലിയ ഇഷ്യൂ. ദാറ്റ് വാസ് എ ഗ്രേറ്റ് എൻലൈറ്റ് ടു മീ. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമ്മുടെ നാട്ടില് ആളുകൾ ഏറ്റവും കൂടുതൽ തിങ്ങി താമസിക്കുന്ന സ്ഥലം എനിക്ക് തോന്നിയെടുത്തോളം സിറ്റീസ് ആണ്. നമുക്കറിയാം, ഇന്ത്യയിലെ ഏറ്റവും അൺഡിവൈഡഡ് ഇന്ത്യയിലെ ഏറ്റവും മനോഹരമായ സിറ്റി ലാഹോർ. ലാഹോർ പാർട്ടീഷന്റെ സമയത്ത് പാകിസ്ഥാനിൽ പോയതായിരുന്നു. നെഹ്റുവിന് അത്ര നല്ലൊരു സിറ്റി ഇന്ത്യയിൽ ബിൽഡ് ചെയ്യാൻ താല്പര്യം തോന്നിയത്. അതിന് നെഹ്റു സെലക്ട് ചെയ്ത ഒരാള് ഒരു ആംഗ്ലോസിസ് ആർക്കിടെക്ട് ആയിരുന്നു, ലീ കബൂസിയർ. അദ്ദേഹം സത്യത്തില് ആ ശിവലിക് ഹിൽസിനെ, ആ ഹിമാലയൻ മൗണ്ടൻസിനെ, ചണ്ഡീഗറിലെ ഓരോ വീട്ടിൽ നിന്ന് നോക്കിയാലും കാണുന്ന രീതിയിൽ അവിടുത്തെ വിൻഡിനെ കംപ്ലീറ്റ് അബ്സോർബ് ചെയ്ത്, അവിടുത്തെ സൺലൈറ്റിനെ കംപ്ലീറ്റ് അബ്സോർബ് ചെയ്ത്, അവിടുത്തെ വെള്ളത്തിനെ കംപ്ലീറ്റ്ലി കൺസേർവ് ചെയ്തിട്ടുള്ള ഒരു സിറ്റിയാണ് ഉണ്ടാക്കിയത്. പ്ലാന്റ് സിറ്റി. ഡ്രെയിനേജ് അവിടെ ഇഷ്യൂ അല്ല. ഒരുപക്ഷെ വിദേശത്തിലെ എല്ലാ ക്രിക്കറ്റേഴ്സ് വരികയാണെങ്കിലും ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലം മൊഹാലി ക്രിക്കറ്റ് സ്റ്റേഡിയമാണ്. കാരണം അതിന്റെ റീസൺ ചണ്ഡീഗറിന് അവിടെ പാർക്ക് ഉണ്ട്, അവിടെ ജനങ്ങൾക്ക് നല്ല രീതിയിൽ രമിക്കാനുള്ള സ്ഥലങ്ങളുണ്ട്. ബ്രിക്സ് അവർക്ക് വേണ്ടി ഉണ്ടാക്കിയ കുറച്ച് സ്ഥലങ്ങളുണ്ട്. ഒന്ന് ഊട്ടിയാണ്. എനിക്ക് തോന്നുന്നു ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ ഡയറക്ടറുടെ മകനായിരുന്നു ജോൺ സൾലിയൻ. ജോൺ സൾലിയൻ സത്യത്തില് തോടാസിന്റെ ഒപ്പം എക്സ്പെഡീഷൻ നടത്തുന്ന സമയത്ത് പെട്ടെന്നാണ് നമ്മളെ നീലഗിരി മൗണ്ടൻസിനെ കണ്ടുപിടിക്കുന്നത്. അപ്പൊ ആ സമയത്ത് അദ്ദേഹം പറഞ്ഞ വലിയൊരു കാര്യമാണ്, ഞാൻ സൗത്ത് ഇന്ത്യ സ്വിറ്റ്സർലാൻഡിനെ കണ്ടെത്തിയില്ലേ. പക്ഷെ അദ്ദേഹത്തിന് ഏറ്റവും വലിയൊരു ബ്യൂട്ടി ഞാൻ മനസ്സിലാക്കി കൊടുത്തോളും, അവരൊരിക്കലും നമ്മളെ ഇന്ത്യൻസ് അങ്ങോട്ട് കയറാൻ ആഗ്രഹിച്ചിട്ടില്ല. അവരൊരു കാലത്ത് നമ്മളെ ഇന്ത്യ വിടുന്നു ആഗ്രഹിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അവർ യൂക്കാലിപ്റ്റസും പൈൻസും ഒക്കെ കൊണ്ടുവന്നു. അവിടെ ഇപ്പോൾ നമ്മൾ പോകുമ്പോൾ അതിന്റെ എൻട്രി പോയിന്റിലൊക്കെ അതാണ്. സത്യത്തിൽ ഈ ഷോള ഫോറസ്റ്റ് അവിടെ ഭയങ്കര വെള്ളത്തിന്റെ ട്രാൻസ്പിറേഷൻ റേറ്റ് ആണ്. അതുകൊണ്ട് തന്നെ തിക്ക് ക്യൂട്ടിക്കൽ ആയിരിക്കണം ലീവ്സിന്. പക്ഷെ ഞാൻ പലപ്പോഴും ആലോചിച്ചു, ഭയങ്കര വാട്ടർ സക്കിങ് ട്രീസ് ഒക്കെ എന്തിനാ അവർ കൊണ്ടുവന്നു. ഇപ്പൊ കേപ് ടൗൺ ഒക്കെ ഭയങ്കരമായിട്ട് കുടുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവർ പ്ലാൻ ചെയ്ത എല്ലാ ട്രീസും കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ജോബർഗിലൊക്കെ. അപ്പോൾ എനിക്ക് തോന്നിയിടത്തോളം ബ്രിട്സിന്റെ ഏറ്റവും വലിയ ബ്യൂട്ടി, ജോൺ സൾലിയൻ നിങ്ങൾ നോക്കിയട്ടെ, അവർക്ക് ഈ ബ്രിട്ടീഷ് വെജിറ്റബിൾസ് ഇന്ത്യയിൽ കിട്ടാൻ ഭയങ്കര ടഫായിരുന്നു. കോളിഫ്ലവർ, ക്യാബേജ്, അതേപോലെ തന്നെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ക്യാരറ്റ്. അപ്പൊ അതിന് നല്ലൊരു സോയിലായിട്ടാണ് അവർ അതിനെ കണ്ടത്. അതിന്റെ കൃഷി അവിടെ അവർ സ്റ്റാർട്ട് ചെയ്തു. ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് ഒരു ബോട്ടണിസ്റ്റിനെ കൊണ്ടുവന്നു. ലോകത്തിലെ എല്ലാ പ്ലാന്റുകളും ആ ബൊട്ടാണിക്കൽ ഗാർഡനിൽ ഉണ്ടാക്കി. ഇവിടുത്തെ ഏറ്റവും വലിയ ഈസ്റ്റേൺ ഗട്ട്സും വെസ്റ്റേൺ ഗട്ട്സും ജോയിൻ ചെയ്യുന്ന സ്ഥലത്ത് അവർ വലിയൊരു ഒരു ഒബ്സർവേറ്ററി ഉണ്ടാക്കി. അതേപോലെ തന്നെ കോത്തഗിരി വ്യൂ പോയിന്റിൽ അദ്ദേഹത്തിന്റെ ഒരു ഒബ്സർവേറ്ററി ഉണ്ടാക്കി. അവിടുത്തെ വെള്ളം കംപ്ലീറ്റ്ലി അവിടുത്തെ ഒരു ലേക്കിൽ അവർ കൺസേർവ് ചെയ്തു. വിക്ടോറിയൻ ഹോംസ് ആയിരുന്നു മിക്കവാറും ഉണ്ടാക്കിയത്. ഇത് നമ്മളൊരു കാലിക്കറ്റ് സിറ്റിയിലോ അല്ലെങ്കിൽ ഏതൊരു സിറ്റിയിൽ പോവുകയാണെങ്കിൽ നമുക്ക് ശ്വാസം മുട്ടണം, അവിടെ ഇറങ്ങി പോരാൻ. യൂറോപ്പ്, US, ഏതൊരു സ്ഥലത്ത് നമ്മൾ പോവുകയാണെങ്കിലും നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ബ്യൂട്ടി അവിടെ സിറ്റികൾ. ഇപ്പൊ കാറുകളില്ല, ഒരു സൈക്കിൾസ് ആണ്. ഇപ്പൊ നെതർലാൻഡ്സിലൊക്കെ നമുക്ക് അവിടുത്തെ ഒരു കോഫി ഷോപ്പിൽ നിന്ന് കോഫി കുടിക്കാൻ തോന്നും, അവിടുത്തെ സിറ്റിയിൽ നിൽക്കാൻ തോന്നും. നമ്മൾ അവിടെ ഒരു നാട്ടിൽ ഇറങ്ങി കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് കൊണ്ടുപോയി അവിടുത്തെ ഒരു ആർക്കിടെക്ടിന്റെ, എഞ്ചിനീയറിന്റെ ഉണ്ടാക്കിയ സ്ട്രക്ചറിലേക്കാണ്. നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും ഒന്ന് കാണിക്കാനുണ്ടോ? നമുക്ക് എത്ര എഞ്ചിനീയേഴ്സ് ഉണ്ട്, എത്ര ആർക്കിടെക്ട്സ് ഉണ്ട്. ഇപ്പൊ നാട്ടിലെ ആകെ ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നിടത്തോളം ഇന്ത്യൻ ആർക്കിടെക്ചർ കഴിഞ്ഞതിന് ശേഷം ചാൾസ് ഫോഴ്സിൽ പോയിട്ട് ചെയ്ത ഒരു ടോണിക്ക് മാത്രമേ ഒരു ഡിഫറൻഷിയേഷൻ നടത്താൻ പറ്റിയിട്ടുള്ളൂ. കാരണം നമ്മളുടെ ട്രഡീഷണൽ ആർക്കിടെക്ചറിനെ നമുക്കറിയാൻ പറ്റും. നമ്മൾ എത്രത്തോളം ഇപ്പോൾ ലീ കബൂസിയറെ പോലെ തന്നെ എനിക്ക് എന്റെ തറവാട് ഓർമ്മയുണ്ട്. അവിടെ ഒരു കാവുണ്ടായിരുന്നു, ഒരു കുളം ഉണ്ടായിരുന്നു, അതേപോലെ ചേന, ചേമ്പ്, എല്ലാ കാര്യങ്ങളും. ഒരു പശു ഉണ്ടായിരുന്നു എന്റെ ഗ്രാൻഡ് മദറിന്റെ. അപ്പം എത്ര എൻവയോൺമെന്റലി സിങ്ക് ആയിട്ടായിരുന്നു നമ്മൾ ജീവിച്ചിരുന്നത്. അത് നമ്മൾ ആകെ മാറ്റി. ഇപ്പൊ നമ്മൾ ലോകന്റെ മനോഹരമലകൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയും. മലയാളിക്ക് ഒരു 10 സെന്റ് ഭൂമി കിട്ടിക്കഴിഞ്ഞാൽ അതിൽ അവനൊരു പ്ലാവ് നടും, അതേപോലെ തന്നെ ഒരു മാവ് നടും, അതേപോലെ തന്നെ ഒരു പുളിമരം നടും. അങ്ങനത്തെ ഒരാളാണ് മലയാളി. അപ്പൊ അവനെ ഒരിക്കലും ഒരു സിറ്റിയുടെ ലിങ്കിനോ അല്ലെങ്കിൽ ഒരു ജിയോ ഡെമോഗ്രഫിയിലൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറഞ്ഞത്. പക്ഷെ അതിനൊക്കെ വിപരീതമായിട്ടാണ് ഇപ്പൊ നമ്മുടെ ലൈഫ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഓരോ സിറ്റിയും ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്നത്. ഡ്രൈനേജ് അല്ലെങ്കിൽ അർബൻ പ്ലാനിങ്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു സിറ്റിക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ശ്വാസം മുട്ടണം സ്ട്രക്ചർ കണ്ടിട്ട് എത്ര വൃത്തികേടാണെന്നുള്ളത്. അപ്പൊ നമുക്ക് നമ്മളുടെ ഒരു കളറാണ് ശരിക്കും ചെങ്കലിന്റെ കളർ അല്ലെങ്കിൽ ഇഷ്ടികയുടെ കളർ.
ഈ കളറിനും കൂടി ഒരു ബ്യൂട്ടി ഇല്ല. നമ്മള് 40 വർഷമായിട്ട് നമ്മള് അബ്സോർവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആൾക്കാരാണ്. ഇപ്പൊ നമുക്ക് ഒരു ലാറി ബേക്കർ വന്ന് പറഞ്ഞു തരേണ്ടി വന്നു നമ്മുടെ ചെങ്കലിന് ഭംഗിയുണ്ട് അല്ലെങ്കിൽ നമ്മുടെ കേക്ക് ഭംഗിയുണ്ട്. ലാറി ബേക്കർ വന്ന് പറഞ്ഞു വരേണ്ടി വന്നു നമുക്ക് ആ CDSന്റെ ബിൽഡിങ്ങില് ഒരു മരത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം അതിനെങ്ങനെ റൗണ്ട് ആയിട്ടാണ് ബിൽഡ് ചെയ്തത്. അല്ലെങ്കിൽ അട്ടക്കുളകര അദ്ദേഹം ആ ചേരി ടീമുകളെ മാറ്റാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയത്. അപ്പൊ അദ്ദേഹത്തിനെ കാണാൻ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ ഫ്രണ്ട് ലൈനാണ് അദ്ദേഹത്തിനെ കുറിച്ച് ആകെ ഒരു ആർട്ടിക്കിൾ വന്നത്. അതില് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രത്തെ HOD അദ്ദേഹത്തിനെ കാണാൻ ചെന്ന സമയത്ത് അദ്ദേഹത്തിന് വീട്ടിലില്ല. അപ്പൊ വീട്ടിൽ അദ്ദേഹം എവിടെ വെച്ചിട്ട് നോക്കുകയാണ്. അപ്പൊ നോക്കുന്ന സമയത്ത് അദ്ദേഹം വർക്ക് സൈറ്റിൽ നിൽക്കുമ്പോൾ മേസൺ വന്നിട്ടില്ല. അപ്പൊ സിമെന്റ് പൂഴിയും സിമെന്റ് ഇട്ടിട്ട് കുഴച്ചിട്ട് ചട്ടിയിൽ ഏറ്റിയിട്ട് തലമല ഏറ്റിട്ട് പോയിട്ട് എന്താക്കണേ പ്ലാസ്റ്റർ ചെയ്യണം. നമ്മുടെ നാട്ടിൽ എത്ര എഞ്ചിനീയേഴ്സ് ഇത് ചെയ്യും? എനിക്കിന്നും ഓർമ്മയുണ്ട്, ഹിന്ദുസ്ഥാൻ ലാറ്റക്സില് ഒരു പ്രാവശ്യം ഒരു ജാപ്പനീസ് കേസിംഗ് വർക്ക്ഷോപ്പിന് പോയപ്പോൾ ആ വർക്ക്ഷോപ്പിലെ ആ ഹിന്ദുസ്ഥാൻ ലാറ്റക്സിന്റെ ഫാക്ടറിയിൽ ഓട പോകുന്നുണ്ട്. ഭയങ്കര ഷാബിയാണ്, ഭയങ്കര വൃത്തികേടാണ്. ജാപ്പനീസ് ഫസ്റ്റ് തന്നെ അവരെ സ്യൂട്ടൊക്കെ അഴിച്ച് ഷോർട്സ് ഇട്ടിട്ട് വൃത്തിയാക്കിയിട്ടാണ് അവരുടെ ലൈഫ് തുടങ്ങുന്നത്. നമ്മുടെ നാട്ടിൽ എത്ര എഞ്ചിനീയേഴ്സ് അതിലേക്ക് ഇറങ്ങും? സത്യത്തിൽ നമുക്ക് ഒരു മാക്രോ എൻവയോൺമെന്റ് വ്യൂ വരുന്നില്ല എഞ്ചിനീയറിംഗിൽ. നമുക്കൊരു മൈക്രോ എൻവയോൺമെന്റ് വ്യൂ, ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് ഒരു സ്ട്രക്ചർ തേടി നമ്മൾ പോകുന്നില്ല. നമ്മുടെ കുട്ടികൾ ഇപ്പം ഈ നൗഫൽ സാർ പറഞ്ഞു ക്വാളിറ്റി, ഇതൊരു വലിയൊരു സംഭവമാണ് ക്വാളിറ്റി. ഇപ്പൊ ഒരാലോചിച്ച് നോക്കിയാട്ടെ, ഒരു ബ്രേക്ക് ത്രൂ ഇന്നോവേഷൻ ഒരു പക്ഷേ ഇതുവരെ എഞ്ചിനീയറിംഗിൽ അധികം ഉണ്ടായിട്ടില്ല. പക്ഷെ BIM വലിയൊരു ബ്രേക്ക് ത്രൂ ഇന്നോവേഷൻ ആണ് കൊണ്ടുവന്നത്. നിങ്ങൾ ഓരോരുത്തരും അതിനെക്കുറിച്ച് അവെയർ ആയിട്ടുണ്ടോ? അതായത് എനിക്ക് തോന്നിയിടത്തോളം എന്താ പറയാ, ബിസിനസ് ഇൻഫർമേഷൻ മോഡലിംഗ് ത്രൂ 3D ടെക്നോളജി. നിങ്ങൾക്ക് ഇപ്പൊ ഇന്ന് എന്തും എന്താക്കാൻ പറ്റും, ഒരു സ്ട്രക്ചർ നിങ്ങൾക്ക് സീക്വൻസ് ചെയ്യാൻ പറ്റും, അതിനെ ട്രബിൾ ഷൂട്ട് ചെയ്യാൻ പറ്റും, അതിന് നിങ്ങൾക്ക് ഒരു VR ഗോഗിൾ ഇട്ടിട്ട് എക്സാക്ട്ലി നിങ്ങൾ സബ് കോൺഷ്യസ് മൈൻഡിനെ ട്രിക്ക് ചെയ്തിട്ട് നിങ്ങൾക്കൊരു കസ്റ്റമർ അതിനെ വിഷ്വലൈസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. പക്ഷെ ഈ ടെക്നോളജിയൊക്കെ എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കാത്തത്? പിന്നെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു മാക്രോ മൈക്രോ എൻവയോൺമെന്റ് വ്യൂവിലേക്ക് ഒരു ലീഡർഷിപ്പ് സൈഡ് പലപ്പോഴും നമ്മുടെ ലോകത്ത് ഏറ്റവും കൂടുതൽ വെൽത്ത് ക്രിയേറ്റ് ചെയ്ത ഒരു കൂട്ടം ആൾക്കാരാണ് എഞ്ചിനീയേഴ്സ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയിട്ട് ലോകത്തിലെ എഞ്ചിനീയേഴ്സാണ് ഏറ്റവും കൂടുതൽ വെൽത്ത് ക്രിയേറ്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര റെസ്പെക്ട് ആണ് നിങ്ങളുടെ ഒരു കമ്മ്യൂണിറ്റിയോട്. കാരണം നിങ്ങൾ ലോകത്ത് ഭയങ്കര ചേഞ്ചസ് ഉണ്ടാക്കിയവരാണ്. പക്ഷെ നിങ്ങൾ അതിനെ കുറച്ച് ലീഡർഷിപ്പ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഈ മാക്രോ എക്കണോമിയെ കുറച്ച് പ്രശ്നങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പൊ മാക്രോ എക്കണോമിയിലെ ഏറ്റവും വലിയ പ്രശ്നമാണ് നമുക്ക് ക്ലൈമറ്റ് ചേഞ്ച്. നമ്മളൊന്ന് ആലോചിച്ചിട്ട് അപ്പൊ നമുക്ക് ഭയങ്കരമായിട്ട് മഴ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് എങ്ങനെയാണ് നമ്മളെ ഫ്ലോർ ആൻഡ് ഫോണിനെ പോയിട്ട് അടിക്കണം നമുക്കറിയില്ല. ബീങ് എഞ്ചിനീയേഴ്സിന് നിങ്ങൾക്ക് പലപ്പോഴും ഒരു വാട്ടർ കൺസർവേഷൻ അതേപോലെ തന്നെ ഇക്കോളജിനെ ബ്ലൻഡ് ചെയ്തിട്ടില്ല ഒരു സാധനം. അപ്പൊ എനിക്ക് ബേസിക്കലി ഈ നിർമ്മിതിയുടെയും കൺസ്ട്രക്ഷൻ കാണുമ്പോൾ തന്നെ പേടിയാണ്. കാരണം the moment you go to a place, you destroy the environment over there. വാട്ടറിനെ കൺസേർവ് ചെയ്യില്ല, അതേപോലത്തെ അവിടുത്തെ ബിൽഡിംഗ് നിറച്ച് എന്താ പറയാ അടിച്ച് നശിപ്പിച്ച് കളയുന്നത്, അതേപോലെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഇപ്പൊ നോക്കിയിട്ട് മുഗൾ എംപയറിന്റെ കാലത്തില് കുറെ സ്ട്രക്ചറിനാണ് നമ്മളെ ഇന്ത്യ നോർത്ത് പോയി കഴിഞ്ഞാൽ ഷോക്കേസ് ചെയ്യാം. സൗത്ത് പോയി കഴിക്കാൻ നമ്മൾ ഏറ്റവും കൂടുതൽ പോകുന്ന ഒരു ടെമ്പിളാണ് മധുര മീനാക്ഷി ടെമ്പിൾ. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ചിന്തിക്കാനും പറ്റാത്ത രീതിയിലാണ് ഇതിന്റെ ഒരു ആർക്കിടെക്ചർ ഉള്ളത്. നമ്മുടെ കേരളത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കൊരു 50 to 60 years നമ്മളൊരു എഞ്ചിനീയറിംഗ് ലൈഫ് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ലൈഫിൽ ഒരു ലക്ഷ്യം ഉണ്ടാവും. നിങ്ങൾ അങ്ങനത്തെ ഒരു സ്ട്രക്ചർ നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു എന്താ പറയാ ഒരു സെൽഫ് ഫുൾഫിൽമെന്റ് ആയിട്ട് നിങ്ങൾ അത് കാണണം. അടുത്ത സൊസൈറ്റിക്ക് നിങ്ങളുടേതായ ഒരു കോൺട്രിബ്യൂഷൻ എന്താണെന്നില്ലേ, അത് ഏത് ഫീൽഡിലായിക്കോട്ടെ അത് നിങ്ങൾ കണ്ടെത്തണം എന്നുള്ളൊരു വിശ്വാസക്കാരനാണ് ഞാൻ. 1960കളിൽ ഷോഡി ഗൂഡ്സിന് പ്രസിദ്ധി കേട്ടിരുന്ന ജപ്പാൻ 1960കളിൽ അവർ ഉയർത്തെഴുന്നേൽക്കാണ്. സെക്കൻഡ് വേൾഡ് വാറിന് ന്യൂക്ലിയർ ബോംബ് ഇട്ട് നമുക്ക് പലപ്പോഴും അറിയാൻ പറ്റും ഈ അമേരിക്കൻസിന്റെ ബ്രിട്ടീഷുകാരെ ഏറ്റവും വലിയ ശത്രു ശരിക്ക് ജർമ്മനി ആയിരുന്നു. പക്ഷെ എന്തുകൊണ്ട് അവര് ഒരു ഏഷ്യൻ കൺട്രീനെ ബോംബ് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് റാസിസ് ആണ്. അത് നത്തിങ് ബട്ട് അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അവിടുന്ന് ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേറ്റ സമൂഹമാണ് ജാപ്പനീസ്. അവർ ചെയ്ത ഒരേ ഒരു കാര്യം എന്താണ്, ലോകത്തിലെ ക്വാളിറ്റിയുടെ പിതാവായിട്ട് അറിയപ്പെടുന്ന എഡ്വേർഡ് ഡെമിങ്ങിന്റെ 14 പ്രിൻസിപ്പിൾസിനെ ആദ്യമായിട്ട് അവരുടെ കമ്പനികളിലേക്ക് കൊണ്ടുവന്നു. അതൊരു ലക്ഷ്യം ഇട്ടിരുന്നു. ലോകത്ത് അവര് ഏറ്റവും ഉഷാറായ 2 സെക്ടറാണ് ഇലക്ട്രോണിക്സ് ആൻഡ് ഓട്ടോമൊബൈൽ. ലോകത്ത് ഏതൊരു രാജ്യത്തിലെ നമ്പർ 1 നമ്പർ 2 എന്താണ് കമ്പനികൾ ഇലക്ട്രോണിക്സിലും ഓട്ടോമൊബൈലും ജാപ്പനീസ് കമ്പനികളായിരിക്കുന്നത്. സത്യത്തിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കട്ടെ, ഇന്ത്യയിൽ നമ്മുടെ നമ്പർ 1 ഓട്ടോമൊബൈൽ കമ്പനി ഏതാണ്? സുസുക്കിയാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ കാർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആരാണ്? ടൊയോട്ടയാണ്.
നമ്മളെക്കാളും എത്രയോ ബാക്കിലോട്ട് പോയ സൊസൈറ്റി. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ ജാപ്പനീസ് ഇത്ര ഡെവലപ്പ് ചെയ്യാണ്ടായ വലിയ കാരണം കേസ് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവമാണ്. നിങ്ങൾ ഓരോരുത്തരും ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യുന്ന പ്രിൻസിപ്പിളാണത്. കേസിന്റെ പകുതി എടുത്ത പേര് സെന്ന്, അതെടുത്തിട്ടാണ് നമുക്ക് വലിയൊരു കാറ് ജാപ്പനീസോട് തന്നത്, സെൻ എന്ന് പറഞ്ഞ കാറ്. അതെന്താന്ന് പറഞ്ഞാൽ ഒരു നമ്മൾ ഓരോരുത്തരും ഒരു എഞ്ചിനീയർ അല്ലെങ്കിൽ ഇവിടെ ആരെല്ലാം ഉണ്ട്, നിങ്ങൾ ബിസിനസ്സുകാരുണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ നോക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം, നിങ്ങൾ ആദ്യം നിങ്ങളുടെ ഒരു എക്കണോമിക് ഗോൾ സെറ്റ് ചെയ്യണം. രണ്ടാമത് നിങ്ങൾ സെറ്റ് ചെയ്യേണ്ടത് നിങ്ങൾ സോഷ്യൽ ഗോൾ സെറ്റ് ചെയ്യണം. മൂന്നാമത് നിങ്ങൾ സെറ്റ് ചെയ്യേണ്ട ഒരു ഗോൾ നിങ്ങളുടെ സ്പിരിച്വൽ ഗോളാണ്. ഈ സോഷ്യൽ ഗോളും എക്കണോമിക് ഗോളും സ്പിരിച്വൽ ഗോളും നിങ്ങൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളൊരു ഇന്റഗ്രേറ്റഡ് ഹ്യൂമൻ ബീങ് ആവും. അപ്പൊ ഒരു ജാപ്പനീസ് എംപ്ലോയി കമ്പനിയുടെ ഉള്ളിലേക്ക് വരുമ്പോൾ അവനൊരു സോഷ്യൽ ഗോളും ഒരു എക്കണോമിക് ഗോളും ഒരു സ്പിരിച്വൽ ഗോളും ഉണ്ട്. ഈ മൂന്നിന്റെ ഇംപ്രൂവ്മെന്റ് അവിടെ എന്താകുന്നുണ്ട്, ഓഡിറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ വിപ്ലവം ഉണ്ടാക്കിയത് ഗൂഗിളിന്റെ വർക്ക് എൻവയോൺമെന്റ്. നിങ്ങളൊരു ഗൂഗിളിന്റെ യൂട്യൂബിൽ പോയി കഴിഞ്ഞാൽ എത്ര മനോഹരമായിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ആണ്. നമ്മളുടെ ഒരു വർക്ക് എൻവയോൺമെന്റിലൊക്കെ ഇന്നത്തെ ജനറേഷൻ സെറ്റിനെ അല്ലെങ്കിൽ ഇപ്പൊ ഒരു മിലേനിയൽസിൽ കിടക്കുന്ന കുട്ടിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ മരിച്ചാലും വരില്ല നമ്മളെ എൻവയോൺമെന്റിൽ. ഇപ്പം ആപ്പിൾ വരെ അവരുടെ വർക്ക് എൻവയോൺമെന്റിലേക്ക് പോയി. അപ്പം അതിനെ സെറ്റ് ചെയ്തെടുത്ത ജോണ്ടർ ഒക്കെ പറയുന്നത് അവര് ഉണ്ടാക്കിയ ഏറ്റവും വലിയൊരു വിപ്ലവം OKR എന്ന വിപ്ലവമാണ്, ഒബ്ജക്റ്റീവ് ആൻഡ് കീ റിസൾട്ട്. ഈ ഒബ്ജക്റ്റീവ് ആൻഡ് കീ റിസൾട്ട് ഇൻസ്പിറേഷൻ ആവാന് അവരെടുത്ത സാധനം ബേസിക്കലി കേസറാണ്. കേസർ ഒരു കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ് ആണ്. നമ്മുടെ ഇന്ത്യൻ സൊസൈറ്റിക്ക് ഒരു ബ്രേക്ക് ത്രൂ ഇന്നോവേഷൻ ഒക്കെ സ്കോപ്പ് നമ്മൾ ശരിക്കും ചിന്തിക്കണം. കാരണം നമ്മൾക്ക് ഒരിക്കലും ഒറിജിനൽ തോട്ടിനെ ഷേപ്പ് ചെയ്യുന്ന എഡ്യൂക്കേഷൻ അല്ല ഇത്. എഡ്യൂക്കേഷന്റെ പേർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ സാധനങ്ങൾ കണ്ടുപിടിക്കലാണ്, അല്ലെങ്കിൽ എന്താ പറയാ, ക്രിയേറ്റീവ് ആയിട്ടുള്ള ലാറ്ററൽ തിങ്കിങ്ങിനെ പ്രോത്സാഹിപ്പിക്കലാണ്. വിദേശ രാജ്യങ്ങളൊക്കെ ഈ എഡ്യൂക്കേഷൻ സിസ്റ്റമാണ്, IGCSE, IB സിലബസുകളിലൊക്കെ ഒരു കുട്ടിയുടെ ഒറിജിനൽ തോട്ടിനെ അവിടെ ഷേപ്പ് ചെയ്യപ്പെടുന്നുണ്ട്. 1ാം ക്ലാസ്സിൽ എത്തുന്ന ഒരു കുട്ടിനെ തന്നെ നമ്മൾ ഒറിജിനൽ തോട്ട് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് എഞ്ചിനീയറിംഗിൽ നടന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ നോക്കേണ്ടത് നമ്മുടെ ഒറിജിനൽ തോട്ടാണ് ബേസിക്കലി നമ്മളെ വൈഫ്. എന്റെ ഒറിജിനൽ തോട്ടാണ് എന്റെ വൈഫ്. ഇതേപോലെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടെ ഒരു ഒറിജിനൽ തോട്ടുണ്ട്. ഈ ഒറിജിനൽ തോട്ട് നിങ്ങൾ ഷേപ്പ് ചെയ്യണം, അതിൽ നിങ്ങൾ കൂടുതൽ വിശ്വസിക്കണം, അതിനെ നിങ്ങൾ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഇറക്കണം. നിങ്ങൾ അതിലുള്ള ഒരു ലേണിംഗ് സ്പിരിറ്റ് നിങ്ങൾ പക്കായിട്ട് ഡെവലപ്പ് ചെയ്യണം. ഈ ഒറിജിനൽ തോട്ടാണ് ഇന്ന് കാണുന്ന GPS, ഒറിജിനൽ തോട്ടാണ് ഇന്ന് കാണുന്ന ഗൂഗിൾ, ഒറിജിനൽ തോട്ടാണ് ഇന്ന് കാണുന്ന ഫേസ്ബുക്ക്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു വെസ്റ്റേൺ യൂണിവേഴ്സിറ്റിയിലൊക്കെ പോവുകയാണെങ്കിൽ 8%, 10% പ്ലാജറിസം അവർ എക്സ്പെക്ട് ചെയ്യുള്ളൂ. പ്ലാജറിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാറിന്റെയോ പുസ്തകത്തിന്റെയോ ജേണലിന്റെയോ അറിവിനെ അതേപടി അസൈൻമെന്റിലേക്ക് ഇറക്കുകയാണ്. നമ്മളൊരു അസൈൻമെന്റ് എടുക്കുകയാണെങ്കിൽ അതിന് എത്ര നമ്മൾ ഒറിജിനൽ തോട്ടുണ്ട്? നമ്മള് മിക്കവാറും ബാക്കിയുള്ള ആളുകളുടെ ഐഡിയാസിന് എന്താക്കാണ്, സിറോക്സ് മെഷീനായിട്ട് റിഫ്ലക്ട് ചെയ്യപ്പെടുകയാണ്. അപ്പൊ ഒരു കുട്ടിയുടെ ലാറ്ററൽ തിങ്കിങ് ഒറിജിനൽ തോട്ടിനെ ഷേപ്പ് ചെയ്യുന്ന ഒരു തരത്തിലുള്ള ഒരു എഡ്യൂക്കേഷൻ, ഒരു എഞ്ചിനീയർ അത്തരത്തിലുള്ള ഒരു എഡ്യൂക്കേഷൻ പെർസ്യൂ ചെയ്യുകയാണെങ്കിൽ അത് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും. എനിക്ക് തോന്നിയിടത്തോളം നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു മാറ്റം നിങ്ങളൊരു വലിയൊരു പ്രൊഫഷണൽ കമ്മ്യൂണിറ്റിനോട് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. രണ്ടാമത് ഞാൻ മനസ്സിലാക്കുന്ന ഏറ്റവും വലിയൊരു കാര്യം, നിങ്ങൾ ഇതില് എന്താ പറയാ, ക്രിയേറ്റിവിറ്റിയില്, ഇന്നോവേഷനില്, ഇപ്പൊ ഒരു സിവിൽ എഞ്ചിനീയറെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഒരു ഗവൺമെന്റ് കോൺട്രാക്ടറെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ പൊതുസമൂഹം എങ്ങനെയാണ് അവരെ കാണുന്നത്? ഭയങ്കര ഡള്ളായി, ഭയങ്കര ഡീറ്റെയിലിംഗിൽ കോൺസെൻട്രേറ്റ് ചെയ്ത്. കാരണം ഇവന് ആകെ ഒരു മെറ്റീരിയൽ ലേബറിലാണ് അവന് ഇന്ററാക്ഷൻ നടത്തുന്നത്. ഈ മെറ്റീരിയൽ ലേബറിന്റെ ഡീറ്റെയിലിംഗിൽ അവന്റെ ലൈഫ് തകർന്നു പോവുകയാണ്. ഇവനില്ല സോഫ്റ്റ്വെയർസ് നോക്കുകയാണെങ്കിൽ ഒരു നോളജ് മാനേജ്മെന്റ് സിസ്റ്റം ഉണ്ടാവും അപ്പുറത്ത്, ഓട്ടോക്കേഡ്. അതിനിപ്പുറത്ത് ഒരു സാധനം ഉണ്ടാവും ഇവനെ സഹായിക്കാൻ ഒരു സാധനം. അതേതാണ്, ഒരു പ്രൈമവീരെ അല്ലെങ്കിൽ MS പ്രൊജക്റ്റോ അല്ലെങ്കിൽ ടിലോ ഏതെങ്കിലും ഉണ്ടാവും. ഇത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഇവന്റെ ബേസിക് ആയിട്ടുള്ള ഫിനാൻഷ്യൽ പ്രോബ്ലം എന്താണ്? ഇവന് ബേസിക്കലി ജോബ് പോസ്റ്റിംഗിന്റെ ആളാണ്. ഇപ്പൊ ജോബ് പോസ്റ്റിംഗിൽ എന്താണ് നടക്കുന്നത്? ഒരൊറ്റ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ജോബ് പോസ്റ്റിംഗിനെ ബേസ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്തപ്പെട്ടില്ല. ഇവന് കിട്ടുന്ന സോഫ്റ്റ്വെയറിനെ ഇവനെ ഇടങ്ങറാക്കുകയാണ്. ഈ നോളജ് മാനേജ്മെന്റ് സിസ്റ്റം രണ്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യില്ല പ്രൈമവീരനായിട്ട്. പ്രൈമവീർ ഒരിക്കലും എന്തിനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യില്ല? നിങ്ങളെ ജോബ് പോസ്റ്റിംഗ് മോഡ്യൂളിനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യില്ല. എനിക്ക് തോന്നുന്നത് ഇവിടെ ആരെങ്കിലും ഒരു ടെക്കി എഞ്ചിനീയർ ഉണ്ടെങ്കിൽ നിങ്ങളൊരു ERP ഡെവലപ്പ് ചെയ്യണം. അതായത് ഒരു പ്ലാനിങ് സോഫ്റ്റ്വെയർ, ഒരു എസ്റ്റിമേഷൻ സോഫ്റ്റ്വെയർ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ എസ്റ്റിമേഷൻ സോഫ്റ്റ്വെയറിനെ പരിപൂർണമായിട്ട് നിങ്ങൾക്ക് പ്രൈമവീരിലേക്ക് പോർട്ട് ചെയ്യാൻ പറ്റണം. അതിന് പക്ക നിങ്ങളുടെ മെറ്റീരിയൽ ലേബർ ഫോർമുലാസിലേക്ക് പോർട്ട് ചെയ്തിട്ട് പക്ക ഫൈനസ്റ്റ് ആയിട്ടുള്ള ഒരു ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറൽ മാനേജ്മെന്റ് സിസ്റ്റം നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റണം. ഞാൻ മനസ്സിലാക്കണം അതിലൊക്കെ ഒരു കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റിന്റെ ഒരു പോസിബിലിറ്റി നമുക്കുണ്ട്. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ഫീൽഡിലേക്ക് ഇറങ്ങുമ്പോൾ കേസ് ആൻഡ് പ്രിൻസിപ്പിളിൽ ഇന്ന് പോയിട്ട് നിങ്ങളുടെ എക്കണോമിക്, സോഷ്യൽ, അതേപോലെ തന്നെ നിങ്ങളുടെ സ്പിരിച്വൽ ഗോൾ എഴുതിയിട്ട് നിങ്ങൾ എന്താക്കുക, ഒരു കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ് ഉണ്ടാക്കുക. ലീഡർഷിപ്പ് 5 പവർ എന്നാണ് വരിക. ഒന്നാമത്തെ പവർ ലെജിറ്റിമേറ്റ് പവറാണ്. നിങ്ങൾ ഓരോരുത്തരും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ, ഒരു സ്ഥാപനം സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്കൊരു പൊസിഷൻ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ പവർ കിട്ടും. രണ്ടാമത്തെ പവർ കിട്ടുന്നത് അതിന്റെ നെഗറ്റീവ് പവറാണ്, അതിനെ മിസ്യൂസ് ചെയ്യുന്ന പവറാണ്. ഹെയ്റ്റ്, അതേപോലെ തന്നെ
ആളുകളെ ആ പവർ ഉപയോഗിച്ചിട്ട് ഒതുക്കാൻ നോക്കുക. നമ്മളെക്കാളും ഡിഫറെന്റ് റൈറ്റ് സൈഡിലെ ആളെ, നമ്മളെക്കാളും ഡിഫറെന്റ് ജാതിപ്പെട്ട ആളെ, നമ്മളെക്കാളും ഡിഫറെന്റ് കളറില്ലാത്ത ആളെ ഒതുക്കാൻ നോക്കല്. മൂന്നാമത്തെ പവറാണ് അതിന്റെ പോസിറ്റീവ് പവർ. പോസിറ്റീവ് പവർ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് ആൾക്കാരെ ഉയർത്താൻ നോക്കലാണ്. പക്ഷെ അതൊന്നും ഇൻഫ്ലുവൻസിങ് പവർ അല്ല. ഇൻഫ്ലുവൻസിങ് പവർ 4 5 ആണ്. അത് എക്സ്പെർട്ടൈസ് ആൻഡ് റെഫറൽ പവർ ആണ്. നിങ്ങൾ ഈ പെർട്ടിക്കുലർ ഏരിയയിൽ എത്രത്തോളം ഉയർന്നു പോകാൻ പറ്റുമോ എന്ന് ശ്രീധരൻ സാർ പറഞ്ഞ പോലെ കോമ്പിറ്റൻസിലൂടെ എത്രത്തോളം ഉയർന്നു പോകാൻ പറ്റുമോ അത്രത്തോളം നിങ്ങൾ ഉയരണം എന്നില്ലാണ്. അപ്പൊ ഈ കോമ്പിറ്റൻസിൽ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന 5ാമത്തെ കാര്യമാണ് റെഫറൽ പവർ. നിങ്ങൾ ഏതൊരു കമ്പനിയിൽ ഉണ്ടെങ്കിലും ആളുകൾ നിങ്ങൾ കോമ്പിറ്റന്റ് ആണെങ്കിൽ നിങ്ങളോട് റെഫർ ചെയ്യിക്കും. ഇനി ഇതൊക്കെ ഉണ്ടെങ്കിലും ലീഡർഷിപ്പിന് ഫൈനലി കിട്ടേണ്ട സാധനം വാല്യൂ ആണ്. ഹിറ്റ്ലർ അദ്ദേഹത്തിന്റെ 73% ജർമ്മൻസിനോട് 82% വരുന്ന ജർമ്മൻസിനെ ഓറിയന്റ് ചെയ്യാൻ പറ്റി. ജൂസിനെ കൊല്ലുന്നതിൽ തെറ്റില്ല, കാത്തലിക് ക്രിസ്ത്യൻസിനെ കൊല്ലുന്നതിൽ തെറ്റില്ല അതില്. എന്നിട്ട് അവരെ എക്സ്റ്റർമിനേറ്റ് ചെയ്യല കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ സ്റ്റാർട്ട് ചെയ്തു. അദ്ദേഹം ലീഡറാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലീഡറാണ്. അദ്ദേഹം എലക്ട് ചെയ്യപ്പെട്ടു. അവിടുത്തെ ജർമ്മൻസിനെ കംപ്ലീറ്റ്ലി സ്വാധീനിച്ചു. മഹാത്മാഗാന്ധിക്ക് പവർ ഇല്ലായിരുന്നു, ജസ്റ്റ് ഒരു തുണിയായിരുന്നു എടുത്തിരുന്നത്. ലോകം അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെയാണ് അദ്ദേഹം പടപൊരുതിയത്. പക്ഷെ അദ്ദേഹത്തിന് ഹിറ്റ്ലർ നിങ്ങൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഇമ്മീഡിയറ്റ്ലി ഗേജ് ചെയ്യും മഹാത്മാഗാന്ധി ഒരു നല്ല ലീഡറാണല്ലേ. കാരണം അൺഡിവൈഡഡ് ഇന്ത്യയിലെ എല്ലാ ഓരോ രാഷ്ട്രീയ നേതാക്കന്മാരും ശ്രമിച്ചത് ഹിന്ദുയിസത്തിനും ഇസ്ലാമിനെയും ഡിവൈഡ് ചെയ്തിട്ട് എങ്ങനെ പവർ ഉണ്ടാക്കാന്നല്ലേ. മഹാത്മാഗാന്ധി വാസ് ദി ഓൺലി വൺ ലീഡർ. അദ്ദേഹം ഹിന്ദുയിസത്തിനും ഇസ്ലാമിനെയും യുണൈറ്റ് ചെയ്തുകൊണ്ട് എങ്ങനെ ഒരു ഇന്ത്യ ഉണ്ടാക്കാന്നല്ലേ ചെയ്യുന്നത്. ആൻഡ് ദാറ്റ്സ് ലീഡർഷിപ്പ്. മൂന്നാമത്തെ നമുക്ക് കാണാൻ പറ്റുന്ന നെൽസൺ മണ്ടേല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയിട്ട് ഒരു ആഫ്രിക്കൻ സുലു വംശജനാണ്. റോബൻ ഐലൻഡ് അദ്ദേഹത്തിന്റെ ബുക്ക് നിങ്ങളൊന്ന് നോക്കി. അദ്ദേഹത്തിനെ പിടിച്ച് ജയിലിലിട്ടു. അദ്ദേഹത്തിന് ദാഹിക്കുന്ന സമയത്ത് എത്ര വരെ മണ്ണിട്ട് മൂടുമായിരുന്നു, വായിലേക്ക് മൂത്രമൊഴിച്ചു കൊടുക്കുമായിരുന്നു ഈ വൈറ്റ് പട്ടാളക്കാര് പീറ്റർ ബോത്തന്റെ. പക്ഷെ അദ്ദേഹം റിലീസായ സമയത്ത് അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞാൽ മതി, അവിടുത്തെ വൈറ്റ്സിനെ ഉന്മൂലനം ചെയ്യും ആ നാട്ടിൽ നിന്ന്. പക്ഷെ അദ്ദേഹം അവർക്ക് ക്ഷമിച്ചു കൊടുത്തു. അവരെ നാട്ടിന്റെ ഭാഗമാക്കി മാറ്റി. ബൂവേഴ്സ്, അതേപോലെ തന്നെ ആംഗ്ലോ സാക്സൺസ്, അവർക്ക് ആ നാടിന്റെ ഭാഗമാക്കി കൊടുത്തു. ഇന്ത്യൻസിനെ അദ്ദേഹം അതിന്റെ ഭാഗമാക്കി കൊടുത്തു. ലോകത്തെ ഏറ്റവും ടോപ്പ് സോഫ്റ്റ്വെയർ SAP ആണ്. SAP ഏറ്റവും കൂടുതൽ ഇൻസ്പിറേഷൻ ഉള്ളത് സൗത്ത് ആഫ്രിക്കയിലാണ്. നിങ്ങളൊന്ന് ആലോചിക്കേണ്ട, ആ രാജ്യം മാറിപ്പോയി. അപ്പൊ ഇതേപോലെ തന്നെ നിങ്ങളുടെ ഓർഗനൈസേഷൻ നിങ്ങൾ ബിൽഡ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് പരിപൂർണമായിട്ടൊരു വാല്യൂ സിസ്റ്റം വേണം. ആ വാല്യൂ സിസ്റ്റം എന്താവണം? ഹോണസ്റ്റി, ഇന്റഗ്രിറ്റി, കമ്പാഷൻ, എംപതി, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിറഞ്ഞിട്ടുള്ളതായിരിക്കണം. അതില് ഇന്ന് ഗൂഗിളും മൈക്രോസോഫ്റ്റും അതേപോലെ തന്നെ എന്താ പറയാ ഇന്റലൊക്കെ ലോകത്തിനെ പിടിച്ചു കുലുക്കുന്നതിന്റെ കാരണം എന്താന്ന് പറഞ്ഞാൽ അവർക്ക് ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരു പോപ്പുലേഷൻ ആയിട്ടുള്ള ഡിഫറെന്റ് റിലീജിയനിൽപ്പെട്ട, ഡിഫറെന്റ് ജാതികളിൽപ്പെട്ട, ഡിഫറെന്റ് ദേശത്തിൽപ്പെട്ട ആൾക്കാർ, അവരുടെ ഒരു ഫ്യൂഷനാണ് ആ കമ്പനികൾ. ഇത്തരത്തിൽ നമുക്ക് എന്താക്കാൻ പറ്റണം? വളരാൻ പറ്റണം. ഒരു കേസ് ആൻഡ് അപ്രോച്ചിലൂടെ നമുക്ക് എന്താവണം? നമ്മുടെ ലൈഫിന് സ്റ്റിയർ ഹെഡ് ചെയ്യാൻ പറ്റണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്താക്കും? മലബാറിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും. ജലാലുദ്ദീൻ റൂമി പറഞ്ഞ കുറച്ച് വാക്കുകളുണ്ട്. അദ്ദേഹം പറഞ്ഞാണ് വാക്കുകൾ തടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് എന്ത് വരും? അത് ഫിലോസഫിയോ വാക്കുകൾ മതിരിച്ചു കഴിഞ്ഞാൽ ഇപ്പം അദ്ദേഹം ചെയ്ത പോലെ അതൊരു കവിതയായി മാറും. വാക്കുകൾ മനസ്സിനെ ഉത്തേജിപ്പിച്ചാൽ, മനുഷ്യന്റെ മനസ്സിനെ ഉത്തേജിപ്പിച്ചാൽ അതിൽ നിന്ന് വിപ്ലവം ഉണ്ടാവും. നിങ്ങൾ കുറെ എഞ്ചിനീയേഴ്സ് ഉണ്ടാക്കട്ടെ, ഈ ഒരു പെർട്ടിക്കുലർ ബോഡിയിലൂടെ വലിയൊരു വിപ്ലവം ഉണ്ടാക്കട്ടെ, കേരളത്തിൽ ഉണ്ടാക്കട്ടെ. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.